ഭാഗം രാവിലെ വായിച്ചായിരുന്നു, ഓർമ്മയുണ്ടോ? അപ്പോസ്തലനായ പൗലോസ് നമ്മൾ വായിച്ചു. ഓർമ്മയുണ്ടോ? നിങ്ങൾ ഇനി ആകയാൽ നിങ്ങൾ ഇനിയും അന്യരും പരദേശികളുമല്ല. അല്ല, നമ്മൾ ആരല്ല? വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും. നമ്മൾ ആരാണ്? ദൈവത്തിന്റെ ഭവനക്കാരാണ്. അവൻ നമ്മുടെ പദവി വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും. എന്താണ് വിശുദ്ധന്മാർക്ക് ഉള്ള സഹപൗരത്വം? ദൈവത്തിന് സ്തോത്രം. പൗലോസ് കൊലോസ്യരുടെ ലേഖനം 1-ാമധ്യായം അതിന്റെ 13-ാമത്തെ വാക്യമായി. പൗലോസ് കൊലോസ്യരുടെ ലേഖനം 1-ാമധ്യായം 13-ാമത്തെ. നമ്മെ ഇരുട്ടിന്റെ അന്ധകാരത്തിൽ നിന്ന് വിടുവിച്ച് ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ വാക്യം വായിച്ചേ. വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മൾ വിശുദ്ധന്മാരുടെ സഹപൗരന്മാരാണ്. എന്താണ് നമുക്കുള്ള അവകാശം? വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശം. അതിന്റെ അർത്ഥം സ്വർഗീയമായ അവകാശം. ദൈവത്തിന്റെ സ്തോത്രം. അപ്പോൾ നമ്മൾ വിശുദ്ധന്മാരുടെ സ്തോത്രം ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരുമാണ്. ദൈവത്തിന്റെ സ്തോത്രം. അപ്പം നമ്മൾ മുമ്പേ എന്തായിരുന്നു എന്ന് നമ്മൾ അറിയേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. നമ്മൾ മുമ്പേ എന്തായിരുന്നു എന്നതോടെ ഗ്രഹിച്ചിട്ട് വേണം നമ്മളല്ല എന്ന് മനസ്സിലാക്കാനായി. 2-ാമത്തെ ആയത്തിന്റെ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ട് നോക്കിയാൽ, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ജീവിപ്പിച്ചു. നമ്മൾ ആരായിരുന്നു? അതിക്രമങ്ങൾ കൊണ്ടും പാപങ്ങൾ കൊണ്ടും മരിച്ചവരായിരുന്നു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. 2-ാമത്തെ വാക്യത്തിൽ അവയിൽ നിങ്ങൾ മുൻപേ, എന്താ എഴുതിയിരിക്കുന്നത്? മുൻപേ. വാക്ക് പറഞ്ഞേ, മുൻപേ. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതികളെയും ആകാശത്തിന്റെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതി ആയവനെയും അനുസരിച്ച് നടന്നു. അടുത്തത് 3-ാം വാക്യം. അവരുടെ ഇടയിൽ അടുത്ത മുമ്പേ നാം എല്ലാവരും മുമ്പേ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് പ്രവർത്തിച്ചും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എനിക്കറിയാം നിങ്ങൾ മനസ്സിലായി. ലേഖനമൊക്കെ ഭയങ്കര ടഫാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര സ്മൂത്തായിട്ട് പഠിക്കാൻ പറ്റത്തില്ല. ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. സ്തോത്രം. ഒരിക്കലൂടെ ഞാൻ ആവർത്തിക്കാൻ തുടങ്ങിയാണ്. ഇവിടെ വേണം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായ നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുൻപേ, അതിന്റെ അർത്ഥം അതിക്രമങ്ങളിലും പാപങ്ങളിലും ജീവിച്ചിരുന്ന നിങ്ങൾ മുമ്പേ. സ്തോത്രം. അടുത്തത് പറഞ്ഞു, ഈ ലോകത്തിന്റെ കാലഗതികൾ ആകാശ
ആകാശത്തിന്റെ അധികാരം അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതി ആയവനെയും അനുസരിച്ച് നടന്നു. നമ്മൾ നല്ല മക്കളാണ് അല്ലേ? അതിലിരിക്കുന്ന അനുസരണക്കേട് മനസ്സിലാവുന്നുണ്ടോ? പ്രിയ ദൈവമക്കളെ, നമ്മൾ ശ്രദ്ധിച്ചാൽ ഗ്രഹിക്കാനുള്ളത് മുമ്പേ ഒക്കെ നമ്മൾ ആരായിരുന്നു, സ്തോത്രം, ഇപ്പോൾ ആരായി എന്താ ഞാൻ കാണിക്കുന്നത്. സ്തോത്രം, മുമ്പേ നമ്മൾ സ്തോത്രം ഇങ്ങനെ ജീവിച്ചു, ഈ ലോകത്തിന്റെ കാലഗതികളെ അനുസരിച്ചു. അതിന്റെ അർത്ഥം രാഹുവേള, ചവനം, മുഹൂർത്തം, ഗുളിക, സ്തോത്രം, സ്തോത്രം, പ്രശ്നം, വെപ്പ്, കൂടോത്രം, മന്ത്രവാദം, അല്ലേ? സ്തോത്രം. ഇങ്ങനെയുള്ള ഒത്തിരി എന്തൊക്കെ ഉണ്ടോ പള്ളി ചൊല്ലുന്നത് കൂടെ നമ്മളും ചൊല്ലും, ഇല്ലയോ? പള്ളി എവിടെയും ചൊല്ലി ഉടനെ നമ്മൾ കൊടുക്കും, ചൊല്ലും, സത്യമാണ്. പിന്നെ ഒരു പക്ഷി തലയുടെ മണ്ടയിൽ കൂടെ ചെലച്ച് പറക്കുന്നുണ്ടല്ലോ, വശകൻ പക്ഷി, അല്ലേ? സ്തോത്രം. അത് തനിച്ച് പറഞ്ഞ ഉടനെ എന്തോ വലിയ ആപത്താ, അടി, അല്ലേ? സ്വന്തം സ്കൂളിൽ പോകുന്ന സമയത്ത് ചാണകത്തെ ചവിട്ടിയ സ്കൂളിൽ ചെല്ലുമ്പോ അതിന് പച്ചല വെച്ച് പോക്കറ്റ് ചുരുട്ട് പോകത്തില്ലേ? മുമ്പേ നിങ്ങൾ ഈ ലോകത്തിന്റെ കാലം മനസ്സിലായി. അവൻ രണ്ട് ആകാശത്തിന്റെ അധികാരങ്ങൾ. ആകാശത്തിൽ ചില അധികാരങ്ങളുണ്ട്. അതൊന്ന് പിശാചിന്റെ അധികാരം. അതൊന്നും എനിക്ക് ഇന്നലെ ഞാൻ അതിനെ കുറിച്ച് നല്ല മെസ്സേജ് അവിടെ കൊടുത്തായിരുന്നു, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അതിന്റെ ഒരു ഈ ആകാശത്തിന്റെ അധികാരം എന്ന് പറയുന്നതിനെ കുറിച്ച് ഒന്ന് തൊട്ടിട്ടേക്ക് പോവാം. ഇങ്ങെടുത്താട്ടെ, ആവർത്തന പുസ്തകം 4-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം വായിച്ചു. കണ്ടോ? ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കി കാണുമ്പോൾ അവയെ നമസ്കരിപ്പാനും വശീകരിക്കപ്പെടരുത്. ആകാശത്തിന്റെ അധികാരത്തിനെ വശീകരിക്കുന്ന ചില അധികാരം മനസ്സിലായി? ആകാശം എഴുതിയിരിക്കുന്നേ, ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും കാണുമ്പോൾ നീ അവയെ നമസ്കരിക്കാൻ തക്കവണ്ണം വശീകരിക്കപ്പെടരുത്. ഞാൻ ലോകമെങ്ങുമുള്ള ജാതികൾക്ക് കൊടുത്തിരിക്കുക. അതുകൊണ്ടാണ് ഇപ്പോഴും ചിലരൊക്കെ സൂര്യനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. നിനക്കോ തന്നിട്ടുണ്ടോ? നിങ്ങളെയോ ഇന്നുള്ളതുപോലെ തനിക്ക് അവകാശകരമായിരിക്കേണ്ടതിന് ദൈവം തിരഞ്ഞെടുത്തു. ദൈവം തിരഞ്ഞെടുത്തു. മനസ്സിലായി? ആകാശത്തിന്റെ അധികാരം മാനുഷികമായി നമ്മളെ വശീകരിക്കുന്ന, ആരാധനയിലേക്ക് വശീകരിക്കപ്പെടുന്ന ചില മണ്ഡലങ്ങൾ. അതിനാണ് പറഞ്ഞ ആകാശത്തിന്റെ അധികാരത്തിനും പിശാചിന്റെ അധികാരത്തിനും. അടുത്തത്, ഈ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതി. അപ്പൊ അനുസരണക്കേട് എന്ന് പറയുന്ന ഒരു ആത്മാവാ. ഇങ്ങോട്ട് പറയാൻ പറയുമ്പോ അങ്ങോട്ട് പോകുന്നത് ഒരാത്മാവാണ്. അനുസരണക്കേടിന്റെ ആത്മാവിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന അധിപതിയായവനെയും നമ്മൾ അനുസരിച്ചു നടന്ന കാലം. മനസ്സിലായോ? ദൈവത്തെ, അതിന്റെ അർത്ഥം ദൈവത്തെ അനുസരിക്കാതെ, ദൈവകൃപ അനുഭവിക്കാതെ, സത്യം നമ്മുടെ മുമ്പിൽ പലരും വിളിച്ചു പറഞ്ഞപ്പോൾ സത്യത്തിലേക്ക് വരാതെ, സ്നാനം പറഞ്ഞപ്പോൾ സ്നാനത്തിലേക്ക് വരാതെ,
ദൈവകൃപ പറഞ്ഞപ്പോൾ ദൈവകൃപയിലേക്ക് വരാതെ എനിക്കും നിങ്ങൾക്കും ബോധിച്ചതുപോലെ നടന്ന കാലഘട്ടം. ദൈവത്തിന് സ്തോത്രം. ആ കാലഘട്ടത്തെ കുറിച്ച് 3-ാം വാക്യത്തിൽ പൗലോസ് പിന്നെയും പറയുകയാണ്, ആ കാലത്ത് മുമ്പേ നിങ്ങൾ സ്തോത്രം നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. അത് വ്യാഖ്യാനിക്കുന്നാൽ അറിയാമല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം സൗന്ദര്യം വരുത്താമോ അതെല്ലാം സൗന്ദര്യം വരുത്തിക്കൊണ്ട് നടന്നു. എന്റെ കൊച്ചു കുഞ്ഞു ഉപദേശിച്ച് പറഞ്ഞതുപോലെ കർത്താവിന്റെ ദാസൻ ആ കാലങ്ങളിൽ, പഴയ കാലത്ത് നമ്മുടെ അമ്മച്ചിമാരൊക്കെ CPM-ലെ ആമി സഹോദരിമാരിരുന്ന പോലെ ഫുൾ കൈ ബ്ലൗസ് ഒക്കെ ഇട്ടുകൊണ്ടിരുന്നു. ഫുൾ കൈ ബ്ലൗസാണ്. സ്വന്തം. എന്നാൽ എന്തോടത്തൊന്നറിയോ, കാലം കഴിഞ്ഞതോടുകൂടെ ഇത് ചെറിയ കുറച്ച് മുറിച്ചു. അപ്പൊ കൊച്ചുഞ്ഞു വിദേശിയുടെ കാലമായപ്പോഴത്തേക്ക് ഇവിടെ വരെ മുറിഞ്ഞു. പുള്ളിക്ക് പിടി കിട്ടി, ഇനി ഇത് മുറിയുമെന്ന് പിടി കിട്ടി. അപ്പൊ പുള്ളിക്കാരൻ ഇങ്ങനെ പറഞ്ഞു എന്നാ പറഞ്ഞത്, എനിക്കറിയത്തില്ല, ഞാൻ കണ്ടിട്ടില്ല. ദൈവമേ, ഇത് മുറിച്ചു ഇവിടെ വരുന്നതിന് മുമ്പേ, നക്ഷത്തി വരുന്നതിന് മുമ്പേ എന്റെ മാമൻ ഞാൻ എടുത്തോണേ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ അത് നടമാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമല്ലേ. അപ്പം നമ്മള് ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്തും കൊണ്ട് സ്തോത്രം. നിനക്ക് മറ്റുള്ളവരെ പോലെ കുഴഞ്ഞാടാൻ വിളിച്ചതല്ല നിന്നെ. അല്ല, പിടികിട്ടിയോ? ആർക്കും പലർക്കും പലയിടത്തും കാണിക്കാം, പക്ഷെ നിന്നൊക്കെ അങ്ങനെ കാണിക്കാൻ വിളിച്ചതല്ല. മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കൾ. മുമ്പേ നല്ല പിള്ളേരായിരുന്നു. എന്തുവായിരുന്നു മുമ്പേ? എന്തുവായിരുന്നു? അനുസരണക്കേടിന്റെ. ഇപ്പോഴത്തെ കൊച്ചന്റെ പേരെന്താ? കോപത്തിന്റെ മക്കൾ. നല്ല ആമി പറഞ്ഞു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല. കോപത്തിന്റെ മക്കളെന്ന് പറഞ്ഞോണ്ട് ഇഷ്ടപ്പെടാം. കോപത്തിന്റെ മക്കൾ. 4-ാമത്തെ വാക്യം തുറണ്ട, നമുക്ക് അങ്ങോട്ട് പോകണ്ട, സമയമില്ല. നമുക്ക് 11-ാമത്തെ വാക്യത്തിലോട്ടോ. 11-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ മുമ്പേ ജാതികളായിരുന്നു. നിങ്ങൾ മുമ്പേ ജാതികളായിരുന്നു എന്ന് പറഞ്ഞാല് സ്തോത്രം. 4-ാം അധ്യായം 17-ാം വാക്യം. എഫേസ്യ ലേഖനം, എഫേഷ്യസ് ചാപ്റ്റർ 4:17. ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ. അപ്പൊ ജാതിയുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ വ്യർത്ഥ ബുദ്ധി. ഈ വ്യർത്ഥബുദ്ധി തീർത്ത് പറയാം, നിർത്തി പറഞ്ഞു. അപ്പോഴേ ആ ബുദ്ധിയെ പിടിക്കും. വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുകയാണ് ജാതികൾ. എന്താ പൗലോസ് ഇങ്ങനെ പറഞ്ഞേ? പൗലോസിനെ ചോദിച്ചേ, എന്നാ പൗലോസേ നീ ഇങ്ങനെ പറയാൻ കാര്യം? റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയും. റോമാലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവർ ദൈവത്തെ ദൈവമെന്ന് അറിഞ്ഞിട്ടും അവനെ മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ ചിന്താഗതി പോലെ, അതാ നിരൂപണം, തങ്ങളുടെ നിരൂപണങ്ങളാൽ വ്യർത്ഥരായി തീർന്നു. 17-ാമത്തെ വാക്യം എന്താ എഴുതിയിരിക്കുന്നത്? ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നു. നിങ്ങൾ ഇതുപോലെ നടക്കരുത്. എന്താണ് ജാതികളുടെ വ്യർത്ഥ ബുദ്ധി? റോമാലേഖനം
1-ാം അധ്യായം 21-ാമത്തെ വാക്യം. അവ ദൈവത്തെ അറിഞ്ഞിട്ടും ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് അവനെ ദൈവം എന്ന് ഓർത്ത് മഹത്വം കൊടുക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ, അപ്പൊ നിന്റെ ദൈവത്തിന് നീ എന്ത് കൊടുക്കണം? മഹത്വം കൊടുക്കണം. ദൈവം ചെയ്യുന്ന നന്മയ്ക്ക് നന്ദി കാണിക്കണം. അതുപോലെ നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. ഓ, ദൈവം ചെയ്യുന്ന നന്മയ്ക്ക് അവനെ ദൈവമെന്നോർത്ത് എന്തോ കൊടുക്കണം? മഹത്വം കൊടുക്കുകയും ദൈവം ചെയ്യുന്ന സകല നന്മയ്ക്ക് നന്ദി കാണിക്കുകയും ചെയ്യാതെ തങ്ങൾക്ക് ആ നിരൂപണങ്ങളാൽ, അവരുടെ നിരൂപണങ്ങളാൽ അവർ വ്യർത്ഥരായി തീർന്നു. നിനക്ക് ഇഷ്ടമുള്ള പോലെ നീ പോയെ. തമ്പുരാന് നന്ദി കൊണ്ട് കാണിക്കണ്ടേ, തമ്പുരാനോട് നന്ദി കാണിക്കണേ, തമ്പുരാന് നന്ദി കൊടുക്കാതെ, തമ്പുരാനെ മഹത്വപ്പെട്ടതിന് തമ്പുരാൻ മഹത്വം കൊടുക്കാതെ എന്തോ കൊടുത്തു? അവനവൻ ഇഷ്ടം. ഇതുകൊണ്ട് എന്താ സംഭവിച്ചതെന്നറിയാം. അതിന്റെ ആമേൻ സ്തോത്രം. 28-ാമത്തെ 1-ാം വാക്യം. അവനെ അവിടെ വിഷയം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ദൈവം അവരെ നികൃഷ്ട ബുദ്ധി കേൾപ്പിച്ചു. നിങ്ങളുടെ ഉപദേശം വന്നപ്പോ ഞാൻ പ്രസംഗിച്ചില്ല. ഞാൻ ഇവിടെ നിർത്തിയ എന്തോ വാസു പറഞ്ഞേ. 28-ാമത്തെ വാക്യം വല്ല മനസ്സിലായോ? നീ ദൈവത്തെ എന്തോ എടുക്കണം? പരിജ്ഞാനത്തിൽ ധരിക്കണം. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യാൻ. അപ്പോഴാ നമ്മള് വെളിവും തെളിവൊന്നും ഈ ലോകമല്ല വിളിച്ചു പറഞ്ഞു. നികൃഷ്ട ബുദ്ധിക്ക് നമ്മൾ ആരെ കുറിച്ച് പറഞ്ഞിരുന്നേ? ദൈവം അവരെന്തോ ഏൽപ്പിച്ചേക്കുക. ദൈവത്തെ നമ്മൾ എന്തോ കൊടുക്കണം? പരിജ്ഞാനത്തിൽ ധരിക്കുമ്പോഴാണ് ദൈവത്തിന് മഹത്വം കൊടുക്കുകയും നന്ദി കാണിക്കുകയും. മനസ്സിലായെങ്കിൽ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. പ്രവചന പുസ്തകം ഓശയ്യ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 4-ാം വാക്യം. ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? യഹൂദായെ ഞാൻ നിനക്ക് എന്ത് ചെയ്യേണ്ടു? എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയുമരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നത് പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും, പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും. പരിജ്ഞാനമില്ലാതെ സംഭവിക്കുന്ന വിഷയങ്ങൾ മനസ്സിലായോ? പരിജ്ഞാനമില്ല നമ്മൾ എന്തോ കൊടുക്കും? അതുകൊണ്ട് നമ്മൾ എന്തോ കൊടുക്കണം? പരിജ്ഞാനത്തിൽ ദൈവത്തെ ധരിക്കാനായിട്ട് നമുക്ക് കഴിയണം. ഒന്നുകൂടെ വായിച്ച് അതെ അതെ അത് 4-ന്റെ കേട്ടോ. പരിജ്ഞാനമില്ലാകിയാൽ എന്റെ ജനം നശിച്ചു പോന്നു. എന്തോ പോന്നു? എന്തോ വേണം? പരിജ്ഞാനം. എന്തോ വേണം? നിങ്ങളെ നാളെ പരിജ്ഞാനം വേണം എന്ന് പറഞ്ഞ് എവിടാ സാധനം വാങ്ങിക്കാൻ പോകുന്നത്? ഹസ്തേ കിട്ടുന്ന സാധനം ഈ
സന്ധ്യായാമം ദൈവജനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചോണ്ട് പരിജ്ഞാനം പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമാണ്. എന്റെ വാക്ക് വായിക്കണം കേട്ടോ. പരിശുദ്ധാത്മാവിന്റെ ജ്ഞാനമാണ്. ശിശാപ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-2 വാക്യം. വാക്ക് വായിച്ചേ. ഇശായുടെ കുറ്റിയിൽ നിന്ന് ഞാനൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ വേരുകളിൽ നിന്ന് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ശ്രദ്ധിച്ചോണം. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. ആലോചനയുടെയും പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1-2 ജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവാഭക്തിയുടെയും ആത്മാവ്. അപ്പൊ യേശുവിന്റെ മേലുള്ള ആത്മാവ് ഇതാണ്. ഇശായി, ദാവീദിന്റെ അപ്പന്റെ പേരാണ് ഇശായി. ഇശായിയുടെ കുറ്റി, ദാവീദിന്റെ മുള. ആമേൻ, സ്തോത്രം. ഇശായിയുടെ കുറ്റിയിൽ നിന്ന് ഒരു മുള യേശു കർത്താവ്. ആമേൻ, എന്തോടുക്കും? പൊട്ടി. ആമേൻ, ഒരു കൊമ്പ് ഫലം കായ്ക്കും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. എന്തൊക്കെയാണ് ആത്മാവ്? ജ്ഞാനത്തിന്റെ ആത്മാവ്. എനിക്ക് അങ്ങനെ പോകാതെ. 1 ജ്ഞാനത്തിന്റെ ആത്മാവ്. പറഞ്ഞേ. 2 ആമേൻ, യേശു തമ്പുരാന്റെ മേലുള്ള ആത്മാവാണ്. ജ്ഞാനത്തിന്റെ ആത്മാവ്. 2 വിവേകത്തിന്റെ ആത്മാവ്. 3 ബലത്തിന്റെ ആത്മാവ്. 4 ആലോചനയുടെ ആത്മാവ്. 5 പരിജ്ഞാനത്തിന്റെ ആത്മാവ്. 6 യഹോവാഭക്തിയുടെ ആത്മാവ്. സ്തോത്രം. ഇതാണ്, ഇതിലൊരെണ്ണമാണ് പരിജ്ഞാനം. ഇതിലൊന്നാണ് പരിജ്ഞാനം. 6-4 പോവാം. പരിജ്ഞാനമില്ലായ്കയാൽ അവിടെ നിൽക്കണേ. ഇതെന്തോ പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ കഴിയാഞ്ഞതിന് തക്കവണ്ണം. അവൻ ദൈവത്തെ വിളിക്കാൻ ഇറങ്ങുന്നവരൊക്കെ പരിജ്ഞാനത്തോടെ ദൈവത്തെ വിളിക്കണം. ഇങ്ങോട്ട് നോക്ക്. ചാട്ടവും തുള്ളലും സ്വോത്രം പറച്ചിലും അന്യഭാഷയും മാത്രമൊന്നും അല്ല ഭരിക്കാൻ. എല്ലാം വേണം, ഒന്നും കുറയ്ക്കുകയും ചെയ്യും. എല്ലാം വേണം, പക്ഷെ ഒന്നും കുറയ്ക്കരുത്. പക്ഷെ പരിജ്ഞാനപ്രകാരം ചെയ്യണം. ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ പലയിടത്തും പലർക്കും എന്തോ ഇല്ല, ഒരു രഹസ്യം. വീട്ടിലും ഒരു പരിജ്ഞാനമില്ല. പള്ളി ചെന്നാൽ ഒരു പ്രത്യേക സ്വഭാവം. സ്തോത്രം. ഇതാരുടെ സ്വഭാവമാണ്? എന്നെ വിളിച്ചാൽ അതിനു വേണ്ടിയല്ല. ശുദ്ധന്മാരുടെ സഹപൗരത്വം ലഭിച്ചിരിക്കുന്ന നിനക്ക് പരിജ്ഞാനമില്ലെന്ന് പറഞ്ഞ പിന്നെ നീ എന്തോ ചെയ്യും? അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ പരിജ്ഞാനമില്ലാക്കിയാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. അടുത്തത് പറഞ്ഞതെന്നറിയോ? നശിക്കുന്നത് തന്നെയാണോ? അല്ല. മോളെ, നീ പരിജ്ഞാനം ധരിച്ചത് കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാതെ വണ്ണം ഞാനും തന്നെ. അതിന്റെ വാക്ക് കിടക്കുന്നുണ്ടോ? നിന്നെ തന്നെയാണോ? നീ നിന്റെ തമ്പുരാന്റെ ന്യായപ്രമാണം മറന്നത് കൊണ്ട് ഞാൻ നിന്റെ മക്കളെ ധരിക്കുമെന്ന്. പിടികിട്ടി. രഹസ്യം അതിനകത്ത് കിടക്കുന്നു. നമുക്ക് പലർക്കും രഹസ്യം. ദൈവത്തിന്റെ ന്യായപ്രമാണം നീ ത്യജിച്ചത് കൊണ്ട്, ദൈവാലോചന ത്യജിച്ചാൽ, ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടാതിരുന്നാൽ, ദൈവത്തിന്റെ വചനം കേൾക്കാതെ ഏറ്റെടുക്കാതിരുന്നാൽ, ഹല്ലേലൂയ,
രണ്ട് കാര്യം. നീ ദൈവത്തിന് പുരോഹിതനാകാതെ വേണം. നമ്മൾ ആരാ? അന്ധകാരത്തിൽ നിന്ന് അന്ധകാരത്തിൽ നിന്ന് അത്ഭുതപ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും പുരോഹിത വർഗവും വിശുദ്ധ വംശവും എന്റെ സഹോദരങ്ങളെ, വേദപുസ്തകം എഴുതി നിന്നെ ഇതിനകത്തുനിന്ന് കളയുന്നു. രാജകീയ പൗരോഹിത്യത്തിൽ. അടുത്തത്, നീ ന്യായപ്രമാണം ത്യജിച്ചത് കൊണ്ട് നിന്റെ മക്കളെ ഞാൻ ചതി. അപ്പം പിള്ളേരോട് സ്നേഹമുള്ളവരൊക്കെ വേഗത്തിൽ മുടക്കാൻ അതാ ഭരിക്കാൻ സ്വതന്ത്രം. നിനക്ക് ബോധിച്ച പോലെ പോകാൻ ഒന്നും ഇതിനകത്ത് പ്രമാണം. ഇതുകൊണ്ടാ ചില പ്രിയപ്പെട്ടത് വരാം. സ്വതന്ത്രം വാച്ചാന്ന് പറഞ്ഞാല് നിങ്ങളങ്ങ് പോയാ. പക്ഷെ പുള്ളിയെ ഈ പൗരോഹിത്യത്തിന് കളയാൻ പുള്ളി അറിയുന്നില്ല. പിള്ളേരെ ത്യജിക്കുന്നതും അറിയുന്നില്ല. സ്തോത്രം. നീ ഒന്ന് നിന്ന് നോക്കിയേ. ഈ ദൈവത്തിന്റെ കൃപ നിന്നെ വെളിപ്പെടുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രവർക്ക് മനസ്സിലാക്കണ്ടേ? ഇനി പരിജ്ഞാനം എന്ന് പറഞ്ഞ ഒരു കൊച്ചു വാക്കിനെ കുറിച്ചായി പറയുന്നത്. അതുകൊണ്ട് ദൈവമക്കളൊക്കെ എന്തൊടുക്കണം? എന്റെ കർത്താവിനെ പരിജ്ഞാനത്തിൽ ധരിക്കണം. ജാതികൾ തങ്ങളുടെ വ്യർത്ഥ ബുദ്ധി അനുസരിച്ച് നടക്കുന്നു. നമ്മൾ അവരെ പോലെ നടക്കാനുള്ളവരല്ല. സ്തോത്രം. 12ാമത്തെ വാക്യം, നമ്മൾ ആരായിരുന്നു? നമ്മൾ ആരല്ലായിരുന്നു? അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും മനസ്സിലായി. എനിക്കറിയാം. നമ്മുടെ നാട്ടിലെല്ലാം പറയും ഈ എണ്ണയ്ക്കകത്ത് ചുട്ട അപ്പത്തിന് നെയ്യപ്പോന്നില്ല പറയാം. നെയ്യുടെ അംശം അതിനകത്തുണ്ട്. സത്യത്തിൽ എണ്ണയപ്പോ നെയ്യപ്പോ. ദൈവമക്കളെ, തിരുവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു, അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവരും വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും പ്രത്യാശയില്ലാത്തവരും ഈ ലോകത്തിൽ നമ്മൾ ആരായിരുന്നല്ല. അക്കാലത്ത് മുമ്പേ നമ്മൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവർ, ഇസ്രായേൽ പൗരതയോട് ബന്ധമില്ലാത്തവർ, വാഗ്ദത്തത്തിന്റെ നിയമത്തിൽ അന്യരും, പ്രത്യാശയില്ലാത്തവരും, ഈ ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്ന എന്നെയും നിന്നെയും. ഒരുപടി കൂടെ മുകളിലോട്ട് പോവുക. 4ാമത്തെ വാക്യത്തിലുണ്ട്. ആമേൻ. സ്തോത്രം. കണ്ടോ? അവൻ ഇങ്ങനെ ജീവിച്ചിരുന്ന എന്നെ നിങ്ങളെ കരുണാസമ്പന്നനായ ദൈവമോ. അവന്റെ സ്നേഹം നോക്ക്, സ്നേഹത്തിന്റെ ആഴം നോക്ക്, സ്നേഹത്തിന്റെ വീതി നോക്ക്, സ്നേഹത്തിന്റെ നീളം നോക്ക്. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച സ്നേഹം നിമിത്തം എന്തോടുത്തു? അതിക്രമങ്ങളാൽ മരിച്ചവരായ. എങ്ങനെയാ മരിച്ചു പോയത്? ജീവൻ പോയിട്ട് മരിച്ചതല്ല. സാധാരണ പറയുന്നേ ജീവൻ പോകുമ്പോഴാ മരിക്കുന്നത്. ആണോ? ജീവൻ പോകുമ്പോഴല്ലേ അല്ലേ?
ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാകുന്നില്ല. പക്ഷെ ഇപ്പൊ മരിച്ചത് നിയമമായിട്ട് മരിച്ചതല്ല, അതിക്രമത്താൽ മരിച്ചതാണ്. സ്തോത്രം. ഒരിക്കലും ഇവിടെ മറക്കരുത്. കരുണാസമ്പന്നനായ ദൈവമോ സ്തോത്രം, അതിക്രമങ്ങളാൽ മരിച്ചിരിക്കുന്ന നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിച്ചു. 7-ാം വാക്യം എവിടാ? 7-ാം വാക്യം എവിടേക്കാ? അവരോടുകൂടെ ക്രിസ്തുവെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിന്റെ വാക്യം പറയുക. സ്വർഗത്തിലിരുത്തുകയും സ്വർഗത്തിലിരുത്താൻ. ആ സ്വർഗം എന്നെന്ന് എവിടെ ഇരുത്താൻ? പ്രത്യാശത്ര ദൈവമൊക്കെ കൊണ്ട് കരുണാസമ്പന്നനായ ദൈവം നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. 7-ാമത്തെ വാക്യത്തിന്റെ ഭാഗത്തിന് അപ്പുറത്ത് പറഞ്ഞു, എന്തിന്? തമ്പുരാന്റെ രാജ്യത്തിൽ സ്വർഗത്തിലിരുത്താൻ. സ്വർഗത്തിലിരിക്കാനുള്ള ക്വാളിറ്റി. ഹല്ലേലൂയ. വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ മനസ്സിലായോ? ഇതായിരുന്നു നമ്മുടെ സ്ഥിതി, ഇതായിരുന്നു നമ്മുടെ ഗതി. ഇതിന്റെ മധ്യേ എന്റെ കർത്താവ് നമ്മളെ ഉയർത്തുന്നു. അതിക്രമത്താൽ പാപത്തിൽ മരിച്ച മക്കളെ ഇതോടുത്തു യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ചു. എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു? റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. അവിടുത്തെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവരോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ. ജീവിച്ചെഴുന്നേറ്റ വാക്കിന്റെ അർത്ഥമാണ് ഉയർത്തെഴുന്നേറ്റം. കണ്ടോ? അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ട സ്നാനത്താൽ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും പങ്കാളികളാവുന്നു. എന്നിട്ട് ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. അതിനാൽ ഉയർത്തെഴുന്നേൽപ്പെന്ന് പറയുന്നു. ഉയർപ്പിച്ച് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ ഉയർത്തെഴുന്നേറ്റ ദൈവമക്കളെ ആമേൻ പറഞ്ഞേ. എല്ലാവർക്കൊരു സംശയമുണ്ട്, ഉയർത്തോ? ഒരിക്കല് ഒരു അമ്മാമ പോയ അച്ഛൻ ഭയങ്കര വഴക്കം. സ്വതന്ത്രം ഇവര് രഹസ്യമായിട്ട് മാസ്റ്റർ സ്നാനത്തെ കുറിച്ച് ക്ലാസ്സൊക്കെ എടുത്ത് രഹസ്യമായിട്ട് തുണിയൊക്കെ എടുത്തുകൊണ്ട് ഒരു സ്ഥലത്ത് പോയി. അടുത്തുപോയി മാമനോട് മുങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവരുടെ നാട്ടിൽ ഒരു പശു കച്ചവടക്കാരൻ അവിടെ ഒരു എരുമയെ വാങ്ങിക്കാനാണ് വാങ്ങിക്കോ നോക്കിയപ്പോ തോമാറ്റന്റെ ഭാര്യയും വേറെ 4 സഹോദരിമാർ 2 സഹോദരന്മാരല്ല കോട്ടക്കാരൻ നിന്ന് കൈയടിച്ച് കാണും. ഇയാൾ അവിടെ നിന്ന് കണ്ടു. കണ്ടതല്ല, നേരെ തോമാച്ചനോട് എടാ നിന്റെ ഭാര്യ മുങ്ങി, നിന്റെ ഭാര്യ പൈസല്ലോ. പുള്ളിക്കാരൻ എന്ത് കൊടുക്കുക? ഒരു വെട്ടുകത്തി തെളിച്ചു. എന്തിനാ? വെട്ടാൻ. പുള്ളിക്കാരി ആമേൻ മറിയാമ സഹോദരി വന്നു. എനിക്കവിടെ നിന്നു. നീ മുങ്ങിയോ? അങ്കാരി ഇനി മേലാ മുങ്ങോടി ഇല്ല. ചിലര് വിചാരിച്ചിരിക്കുന്ന റോഡിൽ കൂടെ സ്നാനപ്പെട്ടതിന്റെ ഉയർത്തെഴുന്നതിന്റെ അർത്ഥം പലർക്കും അറിയാം.
ക്രിസ്തുവിനോട് കൂടെ ജീവിച്ചു. എന്തിനാ എന്റെ പൊന്ന സഹോദരങ്ങളെ? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. ജീവന്റെ പുതുക്കം. ജീവന്റെ പുതുക്കം. ജീവിക്കാൻ വേണ്ടിയല്ല, ജീവന്റെ പുതുക്കം. അങ്ങനെ നാം എന്തൊടുത്തു? ഉയർത്തെഴുന്നേറ്റു പോവുകയാണ്. ആമീൻ, സ്തോത്രം. അങ്ങനെ നാം കർത്താവിന്റെ ഭവനക്കാരായി. മനസ്സിലായോ? കർത്താവിന്റെ ഭവനക്കാരായി. അടുത്തത് വിശുദ്ധന്മാരുടെ അടുത്ത ഭാഗത്തോട്ട് പോവാം. 2-ാം അധ്യായത്തിൽ തിരിച്ചു പോവാം. ക്രിസ്തു തന്നെ, യേശു ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ. ആരാ? നമ്മളെ അപ്പോസ്തലന്മാരും ഞാന് ചോദിച്ചിരുന്നു മറുപടി പറയാം. ആരാ? യേശു ക്രിസ്തു തന്നെ മൂലക്കല്ല്. ക്രിസ്തു ആരാ? ഉറക്കെ പറഞ്ഞു. ക്രിസ്തു തന്നെ മൂലക്കല്ല്. നമ്മുടെ കർത്താവ് ഈ മൂലക്കല്ലിന്റെ പ്രത്യേകത 118-ാം സങ്കീർത്തനം 22-ാം 118-ാം സങ്കീർത്തനം 22-ാം അപ്പോസ്തല പ്രവൃത്തി 4:11. അപ്പോസ്തല പ്രവൃത്തി 4:11. മത്തായിയുടെ സുവിശേഷം 21:42. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞിട്ട് കോണിന്റെ മൂലക്കല്ലായി തീർന്ന കല്ല് ഇവൻ തന്നെ. എന്റെ വീട് പറയുന്നത് മൂലക്കല്ല് 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 നടക്കുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ആണിക്കല്ലെന്ന് വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ ശ്രദ്ധിച്ചേനെ. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം സങ്കീർത്തനങ്ങളിൽ നിന്നും വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും യേശു ക്രിസ്തുവിനെ ഒരുപോലെ കാണിച്ചു. ഇതുകൊണ്ട് എന്റെ കർത്താവ് പറഞ്ഞേ, എന്നെ കുറിച്ച് പ്രവചന പുസ്തകത്തിലും സങ്കീർത്തനത്തിലും എഴുതിയിരിക്കുന്നത് വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. മനസ്സിലായോ? ഇവിടെ കർത്താവിനെ കുറിച്ച് എന്തോടുത്തിട്ടുണ്ട്? പ്രവാചക പുസ്തകത്തിലും സങ്കീർത്തനങ്ങളിലും എന്റെ കർത്താവിനെ കുറിച്ച് അവൻ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. ആരാണ് വീട് പണിയേണ്ടവർ? യഹൂദൻ. യഹൂദൻ. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1:11. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. നമ്മുടെ ഗുണം 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവര് തള്ളിയപ്പോൾ ആര്? യഹൂദൻ തള്ളിയപ്പോൾ. സ്തോത്രം. ഒന്നിനും കൊള്ളരുതാത്ത നമ്മള് എന്തോടുത്തു? 2 കൈയും നീട്ടി പിടിച്ചു. നമ്മൾ രക്ഷപ്പെട്ടു. ഇന്നും അവൻ അന്ധകാരത്തിൽ കിടക്കുമ്പോൾ നീ അത്ഭുത പ്രകാശത്തിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏതു വ്യക്തികൾക്കും ഏവർക്കും ദൈവമക്കളാകുവാൻ മനസ്സിലായി? കൈക്കൊള്ളേണ്ടവർ കൈക്കൊണ്ടില്ല, നമ്മളെ കാലം ആരെങ്കിലും കൈക്കൊള്ളാനുണ്ട്, കൈക്കൊണ്ടും നീ രക്ഷപ്പെടും. 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 ഇല്ലെങ്കിൽ പൗരോഹിത്യം നീ ത്യജിക്കപ്പെടും. നിന്റെ തലമുറയെ ത്യജിക്കപ്പെടും. നഷ്ടം നമുക്കാ, നഷ്ടം നമുക്കാ. അവനൊന്നും പോകത്തില്ല. പിടികിട്ടി. 100
പട്ടാളക്കാരി കത്തുപോയെന്നും പറഞ്ഞു. ഒരു രാജ്യത്തിന്റെ യുദ്ധത്തിൽ തോക്കത്തോന്നി. സ്തോത്രം. 100 പട്ടാളക്കാരി അത്തെന്നും പറഞ്ഞ് രാജ്യം യുദ്ധത്തിൽ തോക്കത്തില്ല. നീ പോയെന്ന് പറഞ്ഞിട്ട് നമ്പരാണെന്ന് നോക്കില്ല, ഒരു പ്രശ്നവും വരത്തില്ല. രക്ഷപ്പെടനെ പെട്ടു. സുപ്രസാദം. ഇതാകുന്നു രക്ഷ. ഈ സമയത്ത്, ഈ ദിവസത്തിൽ രക്ഷപ്പെടുവാൻ ദൈവം നിനക്ക് അവസരം തന്നിരിക്കും. ക്രിസ്തു തന്നെ മൂലക്കല്ല്. ഈ മൂലക്കല്ലിന് പ്രത്യേകതയുണ്ട്. ഈ മൂലക്കല്ലിന് എന്താണ് ഈ പ്രത്യേകത? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാമത്തെ വാക്യം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യം. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഉറപ്പുള്ള കല്ലും വിലയേറിയ മൂലക്കല്ലുമായൊരു അടിസ്ഥാന കല്ലിട്ടിരിക്കുന്നു യുഗങ്ങൾക്കു മുമ്പ്. സ്തോത്രം. എന്താ എഴുതിയിരിക്കുന്നേ? യഹോവയായ കർത്താവ് ഇങ്ങനെ അരുളി ചെയ്യുന്നു. സ്തോത്രം. എന്താ? ഞാൻ സിയോനിൽ ഒന്ന്. ഈ കല്ലിന്റെ പ്രത്യേകത ഉറപ്പുള്ള സ്തോത്രം. 2 വിലയേറിയ കല്ല്. 3 ശോധന ചെയ്യപ്പെട്ട കല്ല്. അത് പറഞ്ഞപ്പോൾ തന്നെ കൊച്ചു കാര്യം. സാധാരണ നമ്മൾ പോയി ചെയ്താല് 10 പൗണ്ട് 12 പൗണ്ടൊക്കെ സാധാരണ ഇല്ലയോ? ഏജൻസി ചെയ്യാലോ. ഇതിന് വില കൂടുതലാണ്. മനസ്സിലായി? ഇങ്ങനെ പഠിക്കുന്ന വില കൂടുതൽ. സോറി, എല്ലാം തിരിച്ചറിയാൻ മനസ്സിലായോ? വേല എത്രയും ആട്ടെ. ഇത് തലക്ക് കയറിയാൽ ഞാൻ രഹസ്യം പറയും. കള്ളു പിടിക്കുന്നവർക്ക് കള്ളു പിടിച്ചില്ലേ, കള്ളു പിടിക്കാൻ കാശില്ല, വിറ്റുകൊണ്ട് വന്നായിരുന്നു. അതുപോലെ വിശേഷം. സ്തോത്രം. അപ്പത്തിന്റെ മാമു എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് അപ്പത്തിന്റെ വിശപ്പൊന്നും അല്ല, പിന്നെ വെള്ളത്തിന്റെ ദാഹവും അല്ല, പിന്നെ അവന്റെ വചനത്തെ കൊണ്ട് ലോകത്തിലെ നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിന്റെ ജീവനിലേക്ക് പൊങ്ങി വരുന്ന ഉറപ്പുള്ള കല്ല്. 2 വിലയേറിയ കല്ല്. 3 എവിടെ ഇട്ടിരിക്കുന്നു? യുഗങ്ങൾക്ക് മുമ്പ് സിയോനിൽ. ശോധന ചെയ്യപ്പെട്ട അല്ലേ? വിലയേറിയ. എന്താ വിലയേറിയ കല്ല്? ഇത് വില പറഞ്ഞ കല്ലൊന്നുമല്ല, വിലപ്പെട്ട കല്ല്. എന്താണ് ശോധന ചെയ്യപ്പെട്ട കല്ല്? ഈ കല്ലിനെ പലരും തട്ടി നോക്കി, അത് ശോധന ചെയ്ത് നോക്കിയപ്പം അതിനെന്തോ ഉണ്ട്, മാറ്റമുള്ള സാധനം. പിന്നെ അടുത്തൊന്നും പറഞ്ഞായിരുന്നല്ലോ, ഏറി കഴിഞ്ഞു. അടുത്തത് ഉറപ്പുള്ള ശോധന. പറഞ്ഞേക്കാം ഒരെണ്ണം പറഞ്ഞുകൊണ്ടിരിക്കുക. സമയം പോകാൻ വേണ്ടി പറയാനല്ലേ, നിങ്ങളുടെ അകത്ത് പതിയാൻ വേണ്ടിയാ പറയാം. ഈ പഴയ മനുഷ്യരൊക്കെ പറയാൻ സത്യമാണ്. നമ്മളോടൊക്കെ പറയാത്ത മക്കളെ ഉറക്കെ വായിച്ചു പറ്റില്ല, ഇല്ലയോ?
നമ്മുടെ പിള്ളേരും ഉറക്ക വായിച്ചാലേ സത്യം പറഞ്ഞ എന്തോ എടുത്താൽ എന്താണ് ആ കല്ല്? ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 16-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 11-ാം വാക്യം വായിക്ക്. 2 ആമേൻ 18. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അവിടെ രാവാർത്തു. എന്നിട്ട് ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയിണയായിട്ട് വെച്ചു. ആമീൻ പറഞ്ഞേ. കുഞ്ഞാമീൻ പറഞ്ഞത് കേട്ടിട്ട് അമ്മയ്ക്ക് ആമീൻ പറയാൻ പോകുന്നത്. മക്കളെ എന്തിരിക്കുന്നുണ്ടോ? അവൻ ഒരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. നോക്കി, ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെയൊക്കെ സൂര്യൻ പലയിടത്തും വെച്ച് അസ്തമിച്ചു. വിനാഗഭാരം. പക്ഷെ ഞാൻ രഹസ്യം പറയാം, ശ്രദ്ധിച്ചോണം. ഞാൻ അസ്തമിച്ചല്ലോ. അടുത്ത വാക്യങ്ങൾ അവിടെ തന്നെ ഞങ്ങൾ എടുത്തു. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാകും. 32-ാം അവൻ സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 31-ാം വാക്യം. സ്തോത്രം. അവൻ പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. ദൂരെ കേട്ടോ. സ്തോത്രം. ഇന്നലെ അസ്തമിച്ചെങ്കിൽ നാളെ ഉദിക്കും. ഉറപ്പുണ്ട്. അതിനെടുത്ത് അങ്ങോട്ടേക്ക് നടക്കടി. രാമൻ പറഞ്ഞു, ഞാനീ പരീക്ഷിക്കാൻ കഴിയില്ല. വാ കൂടെ വാ കൂടെ വാ. രാമൻ പറ, രാമൻ പറ. നാവിന്റെ വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മക്കളെ. അവൻ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. ഉൽപ്പത്തി പുസ്തകം 32-31 എഴുതി. അവൻ പെനിയേൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചു. ജീവിതത്തിൽ ഒരു അസ്തമനം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് നീ തീരത്തില്ല. ഒരു വിശ്വസിക്കാൻ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. അവൻ ഇരുളിന്റെ മണ്ഡലമല്ല. ജീവിതത്തിൽ ഒരു നല്ല ദിവസം വരുന്നുണ്ട്. ദുഃഖത്തിന്റെ നാളുകൾ മാറിപ്പോകാൻ പോവുകയാണ്. വേദനയുടെ നാളുകൾ മാറിപ്പോകാൻ പോവുകയാണ്. ദുഃഖത്തിന്റെ നാളുകൾ മാറിപ്പോകാൻ പോവുകയാണ്. വേദനയുടെ നാളുകൾ മാറിപ്പോകാൻ പോവുകയാണ്. നിന്റെ ദിവസത്തിൽ നിന്റെ ജീവിതത്തിൽ നല്ല ദിവസം വരുന്നു. എന്റെ ഭാര്യമാരെയും മക്കളെയും ഒക്കെ അക്കരെ നിർത്തിയിട്ട് യാവൊക്കെ കടവിട്ടോ. എന്തോ എഴുതെന്നറിയാമോ? അവനെ രാത്രി മുഴുവൻ ദൂതനുമായിട്ട് മല്ല് പിടിച്ചു. അച്ഛന്റെ പേര് തോമസ്. ഈ നാളെ ദൂതനുമായിട്ട് നല്ല മൽപ്പിടിച്ചു നടന്നു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വരൾച്ച അനുഭവിക്കപ്പെട്ടവനാണ് ഞാൻ. ഇവിടെ ഇരുന്നപ്പോ ഒരാന എങ്ങനെ ആമീൻ സ്തോത്രം ഒരു കൈലത്തോട്ടത്തിൽ കയറിയാൽ എങ്ങനെ നശിപ്പിക്കും, അതുപോലെ ശത്രു നശിപ്പിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങളിൽ ദൂതനുമായൊരു മൽപ്പിടുത്തം നടത്തിയ ആമേൻ സ്തോത്രം ദോസച്ചായ നിന്റെ ജീവിതത്തിൽ സൂര്യൻ ഉദിക്കാൻ പോവുക. സൂര്യൻ ഉദിക്കാൻ
പോവാ. വിശ്വസിച്ചു. സൂര്യൻ ഉദിച്ചത് മൽപ്പിടുത്തം കഴിഞ്ഞ മനസ്സിലാക്കാൻ കഴിഞ്ഞു. അന്ന് രാത്രി അവൻ ദൈവത്തിന്റെ ദൂതനുമായി വല്ല് പിടിച്ചു. വല്ല് പിടിച്ചപ്പോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൂതൻ പറഞ്ഞു എന്നാ വിട ആക്കോട് ഞാൻ നിന്നെ വിടത്തില്ല. നിന്നെ വിടണേ, എന്നെ അനുഗ്രഹിക്കാതെ എന്തൊടുക്കത്തില്ല. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിന്നെ ഇല്ല. നേരെ വിളിക്കാറായി എന്നെ വിട എന്താ പറഞ്ഞു? ഇല്ല, വിടത്തില്ല. എന്നെ അനുഗ്രഹിച്ചു. നിന്റെ പേര് എന്റെ പേര് യാക്കോബ്. ഇനി നിന്റെ പേര് യാക്കോബെന്നല്ല, മാറാൻ പോവാ കേട്ടോ. വിശ്വസ്തനാണ്, അത്ഭുതങ്ങളുടെ ദൈവമാണ്. എല്ലാ ശാരീരിക മാനസിക മണ്ഡലങ്ങളിലും നീതി വെളിപ്പെടുന്ന ദിവസങ്ങളിൽ പിടുത്തം നടത്തട്ടെ. അൽപ്പെടുത്താൻ കഴിഞ്ഞ ദൂതൻ എന്തോ എടുത്തു. അവൻ തൊടയിലൊന്നും തട്ടി. പുള്ളി ഇങ്ങനെ ഞൊണ്ടി 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 സ്വത്രം മരണപ്പെടുത്തേന് സൂര്യൻ സ്വത്രം മാമ അങ്ങോട്ട് പോയപ്പം അസ്തമിച്ചു. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ മാമയുടെ ജീവിതത്തില് വലിയ പ്രവർത്തനങ്ങളാണ്. മറുപടി ഉണ്ടോ? ഇന്ന് രാത്രി വിളിച്ചു 1015 മാസത്തിന് ദൈവത്തിന്റെ ജീവനുള്ളവനായ പുസ്തകങ്ങളെ മാറ്റി ജയമെടുത്ത് ഉത്സവത്തോടെ നടത്താൻ സൂര്യനൊതിക്കാൻ പോകും. ഉദിച്ചവന്റെ പേര് നീതി സൂര്യൻ. നമ്മുടെ സൂര്യന്റെ പേര് നീതി സൂര്യൻ. ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് സൂര്യൻ അവൻ അസ്തമിച്ചപ്പോൾ ശ്രദ്ധിച്ചോണം. ചൊവ്വിന് മനസ്സിലായിക്കോണം. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവിടെ കിടന്നൊരു കല്ലെടുത്ത തല വെച്ചു. സ്തോത്രം. രാത്രി ദർശനം. ദർശനത്തിന്റെ മുഖത്ത് അവൻ ഇത് സ്വർഗത്തിന്റെ വാതിലല്ലോ, ഇത് സ്വർഗത്തിന്റെ വാതിലല്ലോ. തലയിനായിട്ട് ഇങ്ങോട്ട് നോക്കി, തലയിനായിട്ട് വെച്ച കല്ല് പൊക്കി എടുത്തു. അവൻ മുമ്പ് ഈ കല്ലായിരുന്നു, തലയണക്കല്ലായിരുന്നു. നാട്ടി സ്തോത്രം. ഇതിന്റെ വണ്ടയിലോട്ട് എന്റെ ഭാവനെ പറയാ, ഈ കല്ലിന്റെ വണ്ടയിലോട്ട് സ്തോത്രം കൈ അങ്ങോട്ട് വെച്ചു.
ഞാൻ പോകുന്നത് എന്റെ കൂടി ഇരിക്കണം. ഭക്ഷിക്കാൻ ആഹാരം, കൊടുക്കാൻ വസ്തു. എന്റെ അപ്പന്റെ വീട്ടിൽ മടക്കി വെക്കണം. കാരണം നീ എനിക്ക് ദൈവമായി. Praise the Lord. ധന്യോ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ തിരിച്ചു വരുമ്പോഴേ തിരിച്ചു വരുമ്പോൾ എന്നിട്ട് അടുത്തൊരു കാര്യം പറഞ്ഞു. ഈ നാട്ടിൽ ചെയ്യാൻ പോകുമല്ലോ, ഞാൻ മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയാം. മനുഷ്യരും പലതും കണ്ടിൽ എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു. ഇതൊരാലയമായി വിശ്വസിച്ചു. ഇതൊരാലയമായി വിശ്വസിക്കാൻ കഴിയും. ഇതാണ് അടിസ്ഥാനം. സിയോനിലും ദൈവത്തിന്റെ വലിയ പ്രവൃത്തി പലരുടെയും മുമ്പേ ആമീൻ സ്തോത്രം നിന്നാപാത്രമായതാണ്. അതുപോലെ പ്രശംസാവശ്യം. അനേക പ്രിയപ്പെട്ടവർ, എന്റെ പ്രിയ സഹോദര, നിന്റെ അടുക്കൽ ഓടിക്കൂടുന്ന ദിവസം സ്തോത്രം. ഇന്ന് നീ ഓടി നടക്കുന്നല്ലോ, ആമീൻ. നാളെ നീ ഓടി നടക്കണ്ട, അവരിങ്ങോട്ട് വന്നു. ഭാരപ്പെടുന്നല്ലോ, നാളെ ഭാരത്തിന്റെ ദിവസമല്ല, സന്തോഷത്തിന്റെ ദൈവത്തിന്റെ പ്രവർത്തനങ്ങളാണ്. ചില അവകാശങ്ങൾ, ചില അനുഗ്രഹങ്ങൾ, ചില നന്മകൾ ഇങ്ങോട്ട് നോക്കേണ്ട മുഖത്തോട്ട് ദേശത്ത് ദൈവം നിനക്ക് ശാശ്വതമായി തന്നെ ഈ ദേശത്ത് ഉറപ്പിക്കും. പലർക്കും മനസ്സിലാകുന്നില്ല, മനസ്സിലാക്കാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവർത്തികൾക്ക് ആലയമായി നടക്കേണ്ടത് കരങ്ങളെ ദൈവത്തെ പറയണ്ട. അകരുമെന്ന് വിചാരിച്ച വല കീറും എന്ന് പലരും ചിന്തിച്ചതാണ്. പക്ഷെ വല കീറാതെ വേണം, കുറിച്ചിട്ടു. വല കീറാതെ വേണം, വല നിറയെ പടകൾ നിറയെ ആത്മാക്കളാകേണ്ട മീനുകളെ എന്റെ പടക മാത്രമല്ല, മറ്റുള്ളവർ അവന്റെ പ്രവൃത്തി വിശ്വസിപ്പാൻ നിനക്ക് കഴിയും. വിശ്വസിപ്പാൻ നിനക്ക് കഴിയും. ദൈവത്തിന്റെ പ്രവൃത്തി ആത്മാവിൽ ഞാൻ കാണുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ സംഭവിക്കട്ടെ. നില മാറട്ടെ, നിലവിളി മാറട്ടെ, നില മാറട്ടെ, നിലവിളി മാറട്ടെ. വിടുതലയുടെ കരത്തിന്റെ ശക്തിയോ അത്ഭുത പ്രവൃത്തിയോ ഈ രാത്രി മുതൽ
കുറഞ്ഞവരായിട്ട് കണ്ടാലും ലോകം കണ്ടാലും ആ കല്ല് വിലയേറിയതാണ്. ലോകം പറയുന്ന കല്ലല്ലത്. യുഗങ്ങൾക്ക് മുമ്പ് അമ്മയുടെ വയറ്റിൽ ഒരു പറയുമ്പോ അടിസ്ഥാനം ഇട്ടതാ. ഹല്ലേലൂയ, സ്തോത്രം. വിളിക്കാനും പറിക്കാനും നോക്കുന്നവരുടെ നടുവിൽ അവൻ ഹല്ലേലൂയ, അവൻ സ്തോത്രം. കരുത്ത് വിളവാൻ നോക്കുന്നവരുടെ നടുവിൽ ഹല്ലേലൂയ, സ്തോത്രം. ബദാവൃക്ഷം പോലെ എതിരുകൾ ഉണ്ടാകും സഹോദര, എതിരുകൾ ഉണ്ടാകും, പ്രതികൂലങ്ങൾ വരും. പക്ഷെ ഒരു കാര്യം സത്യമാണ്, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ വിളിച്ചു പറയും, ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ വെറുവെറുപ്പുണ്ടായ ദൈവം അവൻ മോശയോട് പറഞ്ഞു, അവൻ ഇസ്രായേൽ ഗോത്രത്തിന്റെ വടികൾ കൊണ്ടുവന്ന അവൻ സ്തോത്രം എന്റെ പെട്ടകത്തിന്റെ മുമ്പിൽ വെക്കാൻ. അവൻ സ്തോത്രം ഏത് വടി തളിർക്കുന്നോ അവരാണ് നിയന്ത്രിക്കുന്നത്. അവൻ എല്ലാ ഗോത്രത്തിന്റെയും വടി അവരവരുടെ ഗോത്രത്തിന്റെ പേരെഴുതി കൊണ്ടുവന്ന് വെച്ചു. എന്നാൽ ഇന്ന് രാത്രി ദൈവം ഇതിനെ നീ കേൾക്കട്ടെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. യൂദാ ഗോത്രത്തിന്റെ അഹരോന്റെ പേരെഴുതി ആമേൻ, സ്തോത്രം. രാവിലെ നിന്നപ്പോൾ വടി തളിർത്തു, വടി പൂത്തു, വൃക്ഷം കായ്ച്ചിരിക്കും. പ്രതികൂലങ്ങളും ഉണ്ടാവും. അവൻ പല പ്രതിസന്ധികൾ മുമ്പിൽ വരും. ഭയപ്പെടണ്ട, വിചാരപ്പെടണ്ട. ദൈവത്തിന്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യഹോവാന്റെ വലങ്കരം പിടിച്ചിരിക്കും. അവൻ നിനക്കുള്ളവനാണ്. അടിയറിയാതെ മുട്ടുന്ന സാഹചര്യങ്ങളിൽ പിന്നിൽ നിന്നുകൊണ്ട് നീ ഒരു ശബ്ദം കേൾക്കും. ഉണ്ടാകുന്ന വഴിയെന്ന് ആ വഴിയെ പോകുവാൻ തക്കവണ്ണം ഞാൻ ശക്തിപ്പെടുത്തും. ജീവനെ ഞാൻ സൂക്ഷിക്കുന്ന ദൈവമാണ്. പരിശുദ്ധാത്മാവിനാലത് സംഭവിക്കട്ടെ. പരിശുദ്ധാത്മാവിനാലത് സംഭവിക്കട്ടെ. ദൈവത്തിന്റെ വലിയ പ്രവൃത്തികൾ നടക്കട്ടെ. നാടിന്റെ രക്തത്തിന്റെ മാറ്റ് ദേശത്ത് വെളിപ്പെടട്ടെ. വ്യാപാരം ചെയ്യാൻ പോകുകയാണ്. ആർക്കും തടുത്തു നിർത്തുവാൻ കഴിയാത്തത്, ആർക്കും തടഞ്ഞു നിർത്തുവാൻ കഴിയാത്തത് ആഗ്രഹിക്കുന്നവര് ഒടുങ്ങി പോകത്തക്ക വിധത്തിൽ ഞാൻ ചിലത് ചെയ്യും. തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പ്രവർത്തിക്കും, ആര് തടുക്കും. നമ്മുടെ ദൈവം, നമ്മുടെ കർത്താവ് ജീവിക്കുന്നവനാണ്. അടിസ്ഥാന ദൈവത്തിന് സ്തോത്രം. അവൻ പകൽക്കാലം ഈ കല്ല് ശോധന ചെയ്യപ്പെട്ടതല്ല. മൂന്ന് വാക്യങ്ങൾ വേഗം വായിക്കാം. ശോധന ചെയ്യപ്പെട്ട കല്ല്. അപ്പോസ്തലനാകുന്ന പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യം. 5-ാം അധ്യായം 21-ാം വാക്യം. അടുത്തൊരാള് പത്രോസിന്റെ 1-ാം ലേഖനം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അടുത്തൊരാൾ പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. യോഹന്നാന്റെ 1-ാം ലേഖനം. ആമേൻ, സ്തോത്രം. 3-ാം അധ്യായം 15-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. വായിച്ചാട്ടെ. പാപം അറിയാത്തവനെ പാപം അറിയാത്തവൻ. 2 പത്രോസിന്റെ ലേഖനത്തിൽ പാപം ചെയ്യാത്തവൻ. യോഹന്നാന്റെ ലേഖനത്തിൽ പാപം ഇല്ലാത്തവൻ. ശ്രദ്ധിച്ചു. എന്റെ കർത്താവിന്റെ ശോധന, ലോകം ശോധന ചെയ്യപ്പെട്ടപ്പോൾ 3 നില വെളിപ്പെട്ടു. 3 നില വെളിപ്പെട്ടു. ലോകത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് എന്റെ കർത്താവ് ലോകത്തോട് ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ ആമേൻ, സ്തോത്രം. നിങ്ങൾക്കാർക്കെങ്കിലും എന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്താമോ? ദൈവത്തിന് സ്തോത്രം. പാപത്തെ കുറിച്ച് ആർക്കെങ്കിലും ബോധം വരുത്താമോ? ഓ, രാമൻ പറഞ്ഞേ. ആമേൻ. ലോകം അവന്റെ മുമ്പിൽ നിശബ്ദരായി നിന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ആമേൻ, രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യരെ, ലോകം അവന്റെ മുമ്പിൽ നിശബ്ദമായി നിന്നപ്പോൾ അവൻ അപ്പോസ്തലനാകുന്ന പൗലോസ്ലീഹ അവനെ കണ്ടുകൊണ്ട് ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. 1, അവൻ പാപം അറിയാത്തവനാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ്? യുഗാരംഭം മുതൽ ഭൂമിയിൽ വരുന്ന നാട് വരെ പാപമെന്ത്
എന്നെന്റെ യേശുവിന് അറിയത്തില്ല. Praise the Lord. കാലിത്തൊഴുത്തിൽ ജനിച്ചിട്ട് കാൽവരിയോളം പത്രോസിന്റെ ലേഖനം പറഞ്ഞു അവൻ പാപം ചെയ്തിട്ടില്ല. Praise the Lord. ആമേൻ. സ്തോത്രം. ഉയർത്തെഴുന്നേറ്റ് പിതാവിന്റെ മഹിമയിൽ ഇന്നു വരെ വസിക്കുന്ന യേശു ക്രിസ്തുവിൽ പാപം ഇല്ല. യേശു കർത്താവിന്റെ ത്രികാല അനുഭവങ്ങളാണ്. ഒന്ന്, ആമേൻ സ്തോത്രം, പാപം അറിഞ്ഞിട്ടില്ലവൻ. രണ്ട്, പാപം ചെയ്യാത്തവൻ. മൂന്ന്, പാപം ഇല്ലാത്തവൻ. സേവിക്കുന്ന ദൈവം സ്തോത്രം പാപം അറിയാത്തവനാണ്. അവനെ ശോധന ചെയ്തപ്പോൾ പാപം അറിയാത്തവനാണ്. നീ സേവിക്കുന്ന ദൈവം അവൻ പാപം ചെയ്യാത്തവനാണ്. നീ സേവിക്കുന്ന ദൈവം പാപമില്ലാത്തവനാണ്. ഇതാണ് കൽ ശോധന. അതുകൊണ്ട് ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന നിസ്സാര സ്ഥലത്തല്ല, ക്രിസ്തു എന്ന മൂലക്കല്ല്. അതിന് പ്രത്യേകതയുണ്ട്. പാപം ലേവലേശമില്ല. അവൻ പരിശുദ്ധനാണ്. യേശു പരിശുദ്ധനാണ്. യേശു പറഞ്ഞു ഞാൻ വിശുദ്ധരായിരിക്കുന്നത് പോലെ വിശുദ്ധരായിരിക്കണം. നിങ്ങൾ എന്തായിരിക്കണം? വിശുദ്ധരായിരിക്കണം. ഒരു ദിവസം കഴിച്ചില്ലേലും വേണ്ടുമില്ല, നിങ്ങൾ വിശുദ്ധരായിരിക്കണം. ലേവലേശം അവന്റെ ജീവിതത്തിലില്ല. അവൻ വിശുദ്ധനാണ്. ഇന്ന് രാത്രി അവനെ അനുധാവനം ചെയ്യുന്ന ദൈവമക്കളെ നാമും ആരായി തീരട്ടെ? പത്രോസ്ലീഹ അവൻ തന്റെ ലേഖനത്തിൽ അവൻ ഇപ്രകാരം എഴുതി, അവൻ യേശു ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം തന്നെ. ഇഷ്ടമോ ദൈവത്തിന്റെ ഇഷ്ടമോ നമ്മുടെ ശുദ്ധീകരണം. പ്രസംഗിക്കാനായിട്ട് അവൻ ഒത്തിരി തടസ്സങ്ങൾ മുമ്പിലുണ്ട്. ഞാനതുകൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ നിർത്താൻ പോവാം. ഒരു നല്ല ആമേൻ പറഞ്ഞേ. നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 4, 5, 6 വാക്യം. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിലെ 4, 5, 6 വാക്യം. പീലാത്തോസ് അവനെ പിന്നെയും പുറത്തു വന്നു, ഞാൻ ഒരു കുറ്റവും കാണുന്നില്ല എന്ന് നിങ്ങൾ അവന് നിങ്ങളുടെ അടുക്കൽ ഇതാ പുറത്തു കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞു. യേശു ക്രിസ്തു അവൻ മുൾക്കിരീടവും ധൂമവസ്ത്രവും ധരിച്ച് പുറത്തു വന്നു. പീലാത്തോസ് അവനോട് ഇതാ ആ മനുഷ്യൻ. ഇന്ന് രാത്രി അവനെ ഒന്ന് നോക്ക്. ഇതാ ആ മനുഷ്യൻ. നിങ്ങൾ കാണേണ്ടത് ആരെയാണ് നിങ്ങൾ നോക്കേണ്ടത്? ആ മനുഷ്യനെ ആരാ കൊണ്ടുവന്നിരിക്കുന്നത്? ഈ സ്തോത്രം നിസ്സാര വ്യക്തിയുമല്ല. ആരോഗ്യ സ്തോത്രം റോമൻ ഭരണകൂടത്തിന്റെ ഗവർണറാണ്. ഈ സ്തോത്രം ധൂമവസ്ത്രം ധരിച്ച് ഉൾക്കിരീടം അണിഞ്ഞ് സ്തോത്രം ഒരു കള്ളനെ പോലെ വെടിവെട്ടവനായി ആമീൻ സ്തോത്രം ആ കോടതിയുടെ മുമ്പിൽ നിൽക്കുകയാണ്. അന്നാവ് പീലാത്തോസ്, സെന്നതി സംഘം ഹെരോദേശ്, അവന് പ്രിയപ്പെട്ടവരെല്ലാം മാറി മാറി വിസ്തരിച്ചു നോക്കിയിട്ട് ഒരു കുറ്റവും അവർക്ക് പറയാൻ കഴിയത്തില്ല. ഒരു കുറ്റവും ഇല്ലാത്ത നമ്മുടെ കർത്താവിനെ അവൻ ഏതുവിധേനയും ക്രൂശിക്കേണ്ടതിന്, ഒരു കുറ്റക്കാരനായി പിടിക്കേണ്ടതിന് പീലാത്തോസിന്റെ അടുക്കൽ കൊണ്ടുവന്നു. പീലാത്തോസ് മാറിയും തിരിഞ്ഞും വിസ്തരിച്ചു നോക്കി. അവന്റെ ഭാര്യ വേഗത്തിൽ ഒരുവന്റെ കയ്യിൽ ഒരു കത്ത് കൊടുത്തയച്ചു. ആ നീതിമാന്റെ കാര്യത്തിൽ ഇടപെടരുത്. അവൾക്ക് ആ രാത്രി വെളിപ്പെട്ടു ഇവൻ ദൈവത്തിന്റെ സ്തോത്രം. രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവനെ വിളിച്ചു പറയട്ടെ. അവൻ യേശു ക്രിസ്തുവിനെ പുറത്തു കൊണ്ടുവന്നപ്പോ ലോകത്തിന്റെ കോടതിയുടെ അവൻ സ്തോത്രം മകുടമായിരിക്കുന്ന സ്തോത്രം റോമൻ ഭരണകൂടം പറഞ്ഞു. അവൻ അതിന്റെ ഗവർണറായിരിക്കുന്ന പീലാത്തോസ് പറഞ്ഞു ഇതാ ആ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. അവനെ കണ്ടപ്പോൾ എന്തൊടുത്തു? പുരോഹിതന്മാരും അവൻ ജനവും ആർത്തു. അവനെ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, രണ്ടാമതും ഞാൻ അവനിൽ ഒരു കുറ്റവും
Praise the Lord. ലോകം മാറി മാറി വിസ്തരിച്ചിട്ടും ഒരൊറ്റ കുറ്റവും അവൻ കണ്ടില്ല. Praise the Lord. അവൻ ശോധന ചെയ്യപ്പെട്ടു. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. Praise the Lord. തിരുവാറിലേക്ക് ശൂലമെടുത്ത് കുത്തി രക്തവും വെള്ളം ഒഴുകി. Praise the Lord. ആ പടയാളി പറഞ്ഞു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണ്. ശോധന ചെയ്തപ്പോ പുറത്തു വന്നു, യേശു ദൈവപുത്രനാണ്. അവൻ നീതിമാനാണ്. അവൻ കുറ്റം ഒന്നുമില്ലാത്തവനാണ്. Praise the Lord. അവൻ ദൈവത്തിന്റെ പുത്രൻ തന്നെയാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിനെ കേൾക്കുന്ന ദൈവവൈദ്യനെ, ഇന്ന് രാത്രി ഞാനും നീയും തിരിച്ചറിയട്ടെ, ഇവനാണ് ശോധന ചെയ്യപ്പെട്ട കല്ല്. കല്ല് കല്ലായി സിയോനിൽ തിരിക്കുന്ന കല്ല്. ഇന്ന് രാത്രി അവനെ കണ്ടുകൊണ്ട് പ്രവാചകൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 11-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം. അരിഷ്ടനും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളുമേ, ഞാൻ നിന്റെ കല്ല് അഞ്ജനത്തിൽ പതിക്കുകയും നീലക്കല്ലുകൊണ്ട് അടിസ്ഥാനമിടുകയും ചെയ്തിരിക്കുന്നു. ഈ നീതിമാനായ ക്രിസ്തുവിനെ അഞ്ജനത്തിൽ പതിച്ചു. അവൻ നീലക്കല്ലായി അടിസ്ഥാനമിട്ടിരിക്കുന്നു. സ്തോത്രം. എന്നെയും നിന്നെയും നോക്കിക്കൊണ്ട് പ്രവാചകൻ വിളിച്ചു പറയുന്നു, അല്ലയോ ആമേൻ സ്തോത്രം, കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും. അവൻ അടുത്ത എന്നാ എഴുതിയിരിക്കുന്നേ ശ്രദ്ധിച്ചോ? അരിഷ്ടയും അവൻ കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും അറ്റവളുമേ. ഓ സ്തോത്രം, സ്തോത്രം, നോക്ക്. പരിശുദ്ധാത്മ പറയുന്നു, ആശ്വാസമറ്റിരിക്കുന്നു നിന്റെ ജീവിത സാഹചര്യങ്ങളിൽ. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ അടിച്ചുയർന്ന മണ്ഡലങ്ങളുടെ മധ്യത്തിൽ നിന്റെ കല്ല് അജ്ഞാനത്തിൽ പതിക്കുകയും നീലക്കല്ല് കൊണ്ട് അടിസ്ഥാനമിട്ടിരിക്കുന്നവൻ നിനക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ പരിശുദ്ധത്വം വിളിച്ചു പറയുന്നു, ഭയപ്പെടേണ്ട. ഈ നാളുകൾ നിന്റെ മുമ്പിലുള്ള അനുകൂലത്തിന്റെ സകല വ്യാപാരങ്ങളും നീ അറിയാതെ മാറിപ്പോകും. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം. അവൻ തന്റെ മൂത്ത സഹോദരന്മാരുടെ ഭവനത്തിൽ, ജ്യേഷ്ഠന്റെ ഭവനത്തിൽ ഇരിക്കുമ്പോൾ ഒരു കൊടുങ്കാറ്റടിച്ചു. ദൈവത്തിന്റെ സ്തോത്രം. ആ യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. അല്ലേ? എന്താ കാറ്റ് അടിച്ചത്? ഇയ്യോബിന്റെ പുസ്തകം 40-ാം അധ്യായം 6-ാമത്തെ വാക്യം. യഹോവയായ ദൈവം ചുഴലിൽ കാറ്റിൽ നിന്ന് അവനോട് സംസാരിച്ചു. ശ്രദ്ധിച്ചോണം, കൊടുങ്കാറ്റടിക്കുന്നെങ്കിൽ നിന്നോട് സംസാരിക്കുന്ന ഒരു ചുഴലിക്കാറ്റ്. ജീവിതത്തിൽ അടിക്കുമ്പോൾ തകർന്നു പോയത് ചിന്തിക്കുന്ന മണ്ഡലങ്ങളുടെ നടുവിൽ നിന്നോട് സംസാരിക്കുന്ന ഒരു ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റ് തകരത്തില്ല. ആശ്വാസമറ്റവരെ, ആശ്വാസമറ്റവരെ. ദൈവം പറയുകയാണ്, നിനക്ക് ഞാനൊരു ചുഴലിക്കാറ്റ് എന്റെ ഇതിന്റെ തകർച്ച മാറ്റുക, എന്റെ ഇതിന്റെ പാപഭാരം മാറ്റുക, എന്റെ ഇതിന്റെ ജീവിതത്തിന്റെ നിലകളാകുന്ന നിലകളെ നാക്കുവാൻ കഴിവുള്ളവരിക്കും നിനക്കും വേണ്ടി ജീവിക്കും. ഇന്ന് രാത്രികാലം നിരാശപ്പെടേണ്ട. അവൻ കൊടുങ്കാറ്റിനേലല്ല, ചുഴലിക്കാറ്റ് അവനോട് വേഗത്തിൽ പോകുകയാണ്. അവൻ സമയം അതിക്രമിച്ചുകൊണ്ടിരിക്കുന്നല്ലോ പ്രിയപ്പെട്ടവരെ. അങ്ങനെയാണെങ്കിൽ അവൻ ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുകയാണ്, അവൻ ക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കും. മൂലക്കല്ലിനെ കുറിച്ച് എത്ര നേരം പ്രസംഗിച്ചു, പറയാനുണ്ടെന്നറിയാം. അവൻ സ്തോത്രം. നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിൽ പണിതിരിക്കുന്നു. നമ്മുടെ പണി
നിസാര പണിയല്ല. നമ്മുടെ പണി ചെറിയ പരിപാടിയല്ല. നമ്മുടെ അടിസ്ഥാനം ക്രിസ്തു. നാം നിൽക്കുന്ന കല്ലുകൾ അപ്പോസ്തല പ്രവാചക ദൗത്യമുള്ള കല്ല്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന സ്തോത്രം. അപ്പോസ്തലനും പ്രവാചകനും ദൈവസഭയിലാണ്. സമുദായ സഭകളിൽ അപ്പോസ്തലനുമില്ല, പ്രവാചകനുമില്ല. ദൈവസഭയിലാണ് ഈ സ്തോത്രം നിന്നെ പണിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. തിരിച്ചറിയാൻ ആരാണ് അപ്പോസ്തലൻ? പൊട്ടുപോയായിരുന്നു. കണ്ട അപ്പോസ്തലനായ പൗലോസ് ഓരോരുത്തർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 2 കൊരിന്ത്യർ 12-ാം അധ്യായം 12-ാമത്തെ വാക്യം. അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ ആമേൻ സ്തോത്രം പൂർണ്ണ സഹിഷ്ണുതയോടും ആമേൻ കണ്ടോ അപ്പോസ്തലന്റെ ലക്ഷണങ്ങൾ പൂർണ്ണ സഹിഷ്ണുതയോടും അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും വെളിപ്പെടുന്നതാണ് അപ്പോസ്തലൻ. ഇത് ദൈവസഭയ്ക്കകത്തേ ഉള്ളൂ. ആമേൻ പറഞ്ഞില്ല. നിങ്ങളെ പണിതിരിക്കുന്നത് ദൈവസഭയിലാണ്, സമുദായ സഭകളിലല്ല. നിങ്ങളെ പണിയുന്നത് അപ്പോസ്തലനും പ്രവാചകനും എന്ന കല്ലുകളിലാണ്. മൂലക്കല്ല് ക്രിസ്തുവാണ്. ഇത് എവിടെ ഉള്ളൂ? ദൈവസഭകളിലേ ഉള്ളൂ. അതുകൊണ്ട് ഇന്ന് രാത്രി ആരെങ്കിലും അല്ല അതുണ്ടെങ്കിൽ നിന്നെ ദൈവസഭയിലേക്ക് കർത്താവ് വിളിക്കുന്നു. പറഞ്ഞില്ല, കർത്താവ് വിളിക്കുന്നു. കർത്താവ് വിളിക്കുന്നു. വാ, എന്റെ സമാധാനം ഞാൻ നിനക്ക് തരാം. എന്റെ ജീവിത മണ്ഡലത്തിൽ ഒരു വലിയ പ്രവൃത്തി ഞാൻ ചെയ്യാം. ജീവിത മണ്ഡലത്തിൽ വലിയ പ്രവൃത്തി വിവിധ മണ്ഡലങ്ങളായി ആരെങ്കിലും പേറി ഏറിയ ചില നാളുകളായി സഹോദരി നീ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് കുറിച്ചും വിചാരപ്പെട്ടു നെടുപ്പാട് വീടറിയ നാളുകളായി മുന്നോട്ട് പോകും. ഒന്നിനും കഴിയത്തില്ലല്ലോ, അതിന് അശക്തിയായി തീർന്നല്ലോ. എന്റെ ദൈവമേ എന്നുള്ള ശബ്ദവുമായി ഈ നാൾ മുന്നോട്ട് പോകുമ്പോൾ ആരോഗ്യ സ്തോത്ര കരിഞ്ജീരകവും ആമീൻ സ്തോത്ര ആരോഗ്യ സ്തോത്രം മെതിവണ്ടികളുടെ മതിക്കത്തില്ല, മടികൊണ്ട് അടിച്ചു ഒഴിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മെതിവണ്ടി ഞാൻ കയറ്റി വിടത്തില്ല. ചില മടി കൊണ്ട് അടിച്ച് കരിഞ്ജീരകത്തെ പൊടിച്ചെടുക്കുന്നത് പോലെ ഭവനത്തിൽ ഞാൻ ഒരു മാറ്റം വരുത്തി. അതിന്റെ പ്രവർത്തികളെ ചെയ്ത് ഒരുമിച്ച് പുറത്തു കൊണ്ടുവരുന്ന നാളുകൾ സ്തോത്രം അതിവിദൂരമല്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ രാത്രി വിളിച്ചു പ്രവൃത്തി ദൈവം ദൈവത്തിന്റെ സമാധാനം സഹോദരി വ്യാപരിക്കട്ടെ. രാത്രി എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ അവൻ ജീവിക്കുന്നത് ലക്ഷണം പറഞ്ഞു. പൂർണ്ണ സഹിഷ്ണുത. 2 അടയാളങ്ങൾ അത്ഭുതങ്ങളാണ് ജനത്തിനിടയിൽ വെളിപ്പെടുക. ദൈവത്തിന്റെ സ്തോത്രം. പ്രവാചകൻ അപ്പോസ്തലനായ പൗലോസ് ഓരോരുത്തർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 14-ാമത്തെ വാക്യം. അപ്പോസ്തലനായ പൗലോസ് ഓരോരുത്തർക്കെഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായം 3-ാമത്തെ വാക്യം. പ്രവചിക്കുന്നവനോ ആത്മീക വർദ്ധനവിനും പ്രബോധനത്തിനുമായി ആശ്വാസത്തിനുമായി മനുഷ്യരോട് സംസാരിക്കുന്നു. വേറെങ്ങുമില്ല, ദൈവസഭയ്ക്കകത്തേ ഉള്ളൂ. മനസ്സിലാവുന്നു.
ദൈവസഭയുടെ ഗുണമിതാ, ആശ്വാസം, ആമേൻ. പ്രബോധനം, സ്തോത്രം, പ്രവാചകന്റെ ദൗത്യമത, ദൈവസഭയുടെ അവൻ യാഥാർത്ഥ്യമാണ്. രാത്രി ദൈവമക്കൾ തിരിച്ചറിയട്ടെ, എന്നെയും നിന്നെയും പണിയുന്നത് അപ്പോസ്തലനും പ്രവാചകനും എന്ന അടിസ്ഥാനത്തിൽ വേഗത്തിൽ നിർത്താൻ പോവുകയാണ്. കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ക്രിസ്തുവിൽ അവൻ കൊരിന്ത്യർ ലേഖനം 5 ഇപ്രകാരം പറയുന്നു, ആമേൻ ഭവനമായ നിങ്ങളുടെ ഈ കൂടാരം കൈപ്പണി അല്ലാത്ത ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം. അവൻ കെട്ടിടം മുഴുവനും യുക്തമായി ചെയ്യും ഒരു കെട്ടിടം. പ്രൈസ് ദി ലോർഡ്. സ്വർഗ്ഗത്തിൽ നിങ്ങൾക്കുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ പറയുന്നില്ല. അതുകൊണ്ട് കെട്ടിടം മുഴുവനും യുക്തമായി ചേർന്ന് ക്രിസ്തുവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. എന്തുമായി വളരുന്നു? വിശുദ്ധ മന്ദിരം. 1 ലേഖനം 3-16 വാക്യം. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ആരാണ് ദൈവത്തിന്റെ മന്ദിരം? ദൈവത്തിന്റെ മന്ദിരം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സഹോദരാ, നീ ദൈവത്തിന്റെ മന്ദിരം. നടക്കാത്തന്റെ ജീവിതത്തിന്റെ പല കാര്യങ്ങളിലും ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്തോത്രം. നീ മുന്നിൽ കാണാത്ത ചിലത് തമ്പുരാൻ നിന്റെ കരങ്ങളിൽ തരും. 7 മാസത്തിനകം ദൈവത്തിന്റെ ചില അത്ഭുത പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. നീ ദൈവത്തിന്റെ മന്ദിരമാണ്. നിരാശപ്പെടേണ്ട ബ്രദറെ, നിരാശപ്പെടേണ്ട. ദൈവം തന്നെ പ്രവൃത്തി ചെയ്യുന്ന നാളുകൾ നിന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് പുഞ്ചിരിക്കും. വിശ്വാസത്തോടെ കരങ്ങളിൽ രാത്രി എന്നെ കേൾക്കുന്ന ദൈവവൈദ്യനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു. അവൻ മറന്നു പോകരുത്. ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കും. ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ നിങ്ങളും അങ്ങനെ തന്നെ കെട്ടിടം മുഴുവനെ യുക്തമായി ചേർന്ന് വിശുദ്ധ മന്ദിരമായി വളരുകയാണ്. സ്തോത്രം. 21 വാക്യത്തിൽ വേദപുസ്തകം ഇങ്ങനെ വിളിച്ചു പറയുന്നു, അവനിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ പണി. ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ദൈവത്തിന്റെ നിവാസം, ദൈവത്തിന്റെ നിവാസം. ദൈവത്തിന്റെ നിവാസം. ജീവിത സാഹചര്യം മാറ്റി ദൈവത്തിന്റെ അകലം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അവന്റെ മനസ്സിൽ നിന്ന് ഭാരം എടുത്തു മാറ്റി ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് ദൃഷ്ടി വെച്ച് മുന്നോട്ട് പോകുമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി പറയുന്നു, അവൻ അവനെ നിന്നെയും ഒരു വലിയ പണി നടത്തി ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് കർത്താവ് അടുപ്പിക്കാൻ പോകുന്നു. ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവം. കടകളോട് പ്രാർത്ഥിച്ചാട്ടെ. ജീവിക്കുന്ന ദൈവം, അത്ഭുതത്തിന്റെ ദൈവം, രാജരാജ ഭൗതിക മണ്ഡലങ്ങളെ ഭൗതിക മണ്ഡലങ്ങളെ മാറ്റം വരുത്തും. മാറ്റം വരുത്തും. ഈ ദിവസങ്ങൾ അറിയപ്പെട്ടതാകും. വഴികൾ തുറന്നു വരട്ടെ. നിവാസമായി അറിയപ്പെടട്ടെ. ക്രിസ്തുവിൽ വിഷയങ്ങൾക്ക് മാറ്റം ജീവിതത്തിന്റെ നിലവാരം അത്ഭുതത്തിന്റെ നാളുകളും അനുഗ്രഹത്തിന്റെ സംവത്സരങ്ങൾ ദാനം ചെയ്യുകയാണ്. അവസ്ഥകളെ ദൈവത്തിനെ കടത്തി ജീവിതത്തിന്റെ പ്രശ്നങ്ങൾക്ക് ദൈവത്തിനെ കൽപ്പിച്ച് അത്ഭുതങ്ങളെ ചെയ്യുന്ന ആശ്രയം നിനക്കായി കേൾപ്പിച്ചു കൊടുക്കാം. എല്ലാ ദൈവമക്കളും കേൾപ്പിച്ചു കൊടുക്കാം.
നടക്കരുത്.